ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മൈലാഞ്ചി ഇല എങ്ങനെയാണ് നമ്മുടെ കേശ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. മിക്കവാറും എല്ലാ വിധത്തിലുമുള്ള കേശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും മികച്ച പരിഹാരമാണ് മൈലാഞ്ചി. മുടി കൊഴിച്ചിൽ, അകാലനര തുടങ്ങി മുടിയെ സംബന്ധിക്കുന്ന ഏത് പ്രശ്നവും പരിഹരിക്കാൻ മൈലാഞ്ചിയെ കൂട്ടുപിടിക്കാം. മുടി കളർ ചെയ്യാൻ മാത്രമല്ല, താരനും മറ്റും അകറ്റി മുടി നന്നായി വളരാൻ ഹെന്ന സഹായിക്കുന്നു. പുരാതന കാലം മുതൽക്കേ മുടിയുടെ വളർച്ചയ്ക്കായി ആളുകൾ ഹെന്ന ഉപയോഗിച്ചിരുന്നു. മികച്ച ഒരു കണ്ടീഷണർ കൂടിയാണ് ഹെന്ന. മൈലാഞ്ചിയുടെ ഇലകളിൽ ലോസോൺ എന്ന പിഗ്മെന്റ് അടങ്ങിയിരിക്കുന്നു. ഇത് ചുവപ്പ് കലർന്ന തവിട്ട് നിറം ഉണ്ടാക്കുന്നു. പൊടിയായോ പേസ്റ്റായോ ഇത് ഉപയോഗിക്കാം. ആഴ്ചയിൽ ഒരു തവണ വീതം മൈലാഞ്ചി പൊടി തലയിൽ തേച്ചാൽ താരനെ തുരത്തുകയും മുടിക്ക് മൃദുത്വവും തിളക്കവും ലഭിക്കുകയും ചെയ്യും. തലമുടിയുടെ നര മാറ്റാനും മൈലാഞ്ചി ഉത്തമമാണ്. മുടി പൊട്ടുന്നത് തടയാനും തിളക്കം വർദ്ധിപ്പിക്കാനും കഴിയും. മുടി കൊഴിച്ചിലും കഷണ്ടിയും തടയും. മൈലാഞ്ചി പേസ്റ്റിന് ആൻറ്റി ഫംഗൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഇത് തലയോട്ടിയിലെ ബാക്ടീരിയ ബാധയെയും ഫംഗൽ ബാധയെയും തടയുന്നു. തലയോട്ടിയിലേക്കുള്ള രക്തചംക്രമണം കൂട്ടുന്നു. മൈലാഞ്ചി മുടിയിഴകളെ ശക്തിപ്പെടുത്തുന്നു. മൈലാഞ്ചിയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ദോഷകരമായ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് മുടിയെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ തലയോട്ടിയിലെ pH സന്തുലിതമാക്കാനും മൈലാഞ്ചി സഹായിക്കുന്നു. മുടിക്ക് സ്വാഭാവികമായ തിളക്കം നൽകുകയും അങ്ങനെ അതിൻ്റെ മൊത്തത്തിലുള്ള രൂപം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എള്ളെണ്ണ ചൂടാക്കി തണുപ്പിച്ചതിലേക്ക് മൈലാഞ്ചിയില ഉണക്കി പൊടിച്ചത് ചേർത്താൽ മൈലാഞ്ചി എണ്ണ റെഡിയായി. ഇത് ആഴ്ചയിൽ 2-3 തവണ തേച്ച് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയണം. അതുപോലെ തന്നെ മുടി കളർ ചെയ്യാൻ 2 കപ്പ് ഹെന്ന പൗഡറിലേക്ക് തേയില വെള്ളം, നാരങ്ങയുടെ നീര്, 2 ടീസ്പൂൺ കാപ്പിപ്പൊടി, 1 കപ്പ് ബീട്രൂട്ട് നീര് എന്നിവ മിക്സ് ചെയ്ത് രാത്രി മുഴുവൻ വയ്ക്കുക. ശേഷം രാവിലെ അത് മുടിയിൽ പുരട്ടി 2 മണിക്കൂറിന് ശേഷം കഴുകുക. ഉലുവ തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർന്ന ശേഷം പിറ്റേന്ന് കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കുക. ഇതിലേക്ക് 2 കപ്പ് മൈലാഞ്ചി പൊടിയും 2 സ്പൂൺ കടുകെണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഈ മിശ്രിതം മുടിയിൽ പുരട്ടി 2 മണിക്കൂർ ടവൽ ഉപയോഗിച്ച് കെട്ടിവെക്കുക. പിന്നീട് വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച് തല തണുത്ത വെള്ളത്തിൽ നന്നായി കഴുകുക. മുടി കരുത്തോടെ വളരാൻ ആഴ്ചയിൽ 1 തവണ ഈ പാക്ക് ഉപയോഗിച്ചാൽ മതി. 2 കപ്പ് ഹെന്ന, 1 കപ്പ് നെല്ലിക്ക ഉണക്കി പൊടിച്ചത്, 2 ടീസ്പൂൺ ചെമ്പരത്തിപ്പൂ അരച്ചത് എന്നിവ തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മുടിയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം 2 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക. മുടി പട്ടുപോലെ മൃദുലമാകാൻ ആഴ്ചയിലൊരിക്കൽ ഈ പാക്ക് ഉപയോഗിക്കാം. മുടിയുടെ താരൻ മാറുന്നതിന് മൈലാഞ്ചി എങ്ങനെയാണ് മിക്സ് ചെയ്ത് തേക്കേണ്ടതെന്ന് നോക്കാം. മൈലാഞ്ചി നാരങ്ങാ നീരും തൈരും ചേർത്ത് തലയിൽ പുരട്ടുക, താരൻ മാറും. അതുപോലെ മൈലാഞ്ചി, ഉലുവ, തൈര്, നാരങ്ങാ നീര്, ഒലിവ് ഓയിൽ, വിനാഗിരി ഈ മിശ്രിതം തലയിൽ തേച്ചാലും താരൻ മാറുന്നതാണ്. അതുപോലെ മൈലാഞ്ചിപ്പൊടി, ഒലിവ് ഓയിൽ, മുട്ടയുടെ വെള്ള ഇവ കലർത്തിയും നമുക്ക് താരനെ പ്രതിരോധിക്കാൻ വേണ്ടി തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മൈലാഞ്ചിയുടെ മൂപ്പെത്തിയ ഇലകൾ നേർത്ത പേസ്റ്റാക്കി മാറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹെയർ ഡൈകളോട് അലർജി ഉള്ളവർക്കും അതുപോലെ ദീർഘകാല ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കാൻ വേണ്ടിയും ഹെന്ന ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒരു മൈലാഞ്ചി ചെടി നമ്മുടെ തൊടിയിൽ നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ മുടി സംരക്ഷണത്തിന് വളരെ പ്രയോജനം ചെയ്യും. നമ്മുടെ നാട്ടിൽ തലമുടി നരച്ചവരാണ് ഏറ്റവും കൂടുതൽ ഹെന്നയെ ആശ്രയിക്കുന്നത്. അലർജി ഉണ്ടാകാതെ നമുക്ക് നമ്മുടെ മുടി കളർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.